ഇത്താക്കൂട്ട് എന്ന യൂട്യൂബ് ചാനലിന് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഇത്രയും വലിയൊരു സപ്പോർട്ട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഥാജാലകം, അതാണ് നമ്മളുടെ അടുത്ത ചാനലിൻ്റെ പേര്. നാളെ തന്നെ അതിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിൽ വരുന്ന ലോങ് സ്റ്റോറീസ് കൂടെ വായിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു. മുല്ലവള്ളിയും തേന്മാവും അടുത്ത 2 പാർട്ടോടുകൂടി കഥ അവസാനിക്കുന്നതാണ്. നിങ്ങളിതുവരെ മുല്ലവള്ളിയും തേന്മാവും എന്ന കഥയ്ക്ക് നൽകിയ നല്ല അഭിപ്രായങ്ങൾക്ക് ഒരുപാട് നന്ദി. ഒത്തിരി വൈകിച്ചാണ് ഞാൻ പാർട്ടുകൾ ഇട്ടിരുന്നത്. എന്നിട്ടും ക്ഷമയോട് കാത്തിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. നന്ദ അങ്ങ് കയറി ചെല്ലവേ ഒരുത്തൻ കട്ടിലിൽ കമഴ്ന്നടിച്ച് കിടപ്പുണ്ട്. നന്ദ അവൻ്റെ അരികിലേക്ക് ചെന്നു. ഹേയ് നന്ദ പതിയെ അവനെ ഒന്ന് തോണ്ടി വിളിച്ചു. ഡേവിഡ് തോള് വെട്ടിച്ച് കളഞ്ഞു. നന്ദക്ക് ചിരി വന്നു പോയി. കുഞ്ഞു പിള്ളേർ അമ്മയോട് പിണങ്ങി കിടക്കില്ലേ, അതേപോലെയാണ് ആ കിടപ്പ്. ഒന്നെന്നെ നോക്ക് ഡേവിഡ്. നന്ദ പതിയെ അവനെ ഒന്നുകൂടെ തട്ടി വിളിച്ചു. നീ പൊയ്ക്കേ നന്ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഡേവിഡ് മുഖം കൊടുക്കാതെ പറഞ്ഞു. ഉവ്വോ, എന്നാ ദേഷ്യം ഒന്ന് കാണട്ടെ. നന്ദക്ക് അവനെ ഇട്ട് കളിപ്പിക്കാൻ തോന്നി. അവൻ തന്നെ ഇട്ട് വട്ട് കളിപ്പിക്കാറില്ലേ, അതുപോലെ. ഡേവിഡ് എഴുന്നേൽക്ക്. ഇല്ല, ഡേവിഡ് പറഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവൻ്റെ സ്വരത്തിൽ വാശി നിറഞ്ഞിരുന്നു. എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ ദേ അപ്പുറത്ത് കയറി കിടക്കും കേട്ടോ, നന്ദ അവൻ്റെ കയ്യിൽ ഒന്നുകൂടെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ ഡേവിഡിൻ്റെ ഉള്ളിലെ പരിഭവം പകുതി അങ്ങ് മാഞ്ഞുപോയി. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. എൻ്റെ കൂടെ കയറി കിടക്കാൻ നീ ആരാ? എൻ്റെ ഭാര്യയോ? എനിക്ക് കാണണ്ട നിന്നെ, ഡേവിഡ് ആ ചിരി കടിച്ചമർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. ഡേവിഡ് കുറച്ചു നേരം കൂടെ അങ്ങനെ തന്നെ കിടന്നു. അപ്പുറം നിൽക്കുന്നവളുടെ തറുതല ഒന്നും കുറച്ചു നേരത്തേക്ക് കേൾക്കാതെ ആയപ്പോൾ ഡേവിഡിൻ്റെ നെറ്റി ചുളിഞ്ഞു. നന്ദ പോയി കാണുമോ എന്നൊരാശങ്കയിൽ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയവയാണ് തൻ്റെ ദേഹത്ത് പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു ദേഹം വന്ന് വീണത്. ഡേവിഡിൻ്റെ സകല നാഡീനരമ്പുകളും പിടഞ്ഞുണർന്നു. നന്ദ കിടക്കുന്നത് അവൻ്റെ പുറത്താണ്. അതും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിയാണ് കിടക്കുന്നത്. നന്ദേ, ഡേവിഡ് പതിയെ വിളിച്ചു. അവൻ്റെ സ്വരവും ശരീരവും ഒരുപോലെ വിറക്കുന്നുണ്ടായിരുന്നു. എന്താ? ഡേവിഡിൻ്റെ ചെവിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് അവൾ വിളിയേട്ടു. ഡേവിഡിൻ്റെ വിരലുകൾ ആ വിരിപ്പിൽ മുറുകി. നന്ദ, നീ കളിക്കാതെ എഴുന്നേറ്റ് മാറിക്കേ, ഡേവിഡ് ഒന്നുകൂടെ പറഞ്ഞു. ഇല്ലെങ്കിലോ? നന്ദയിൽ ഇപ്പോഴും ചിരിയാണ്. പൊടുന്നനെ ഡേവിഡ് ഒന്നും നോക്കാതെ അവളെ ഒരു കൈ പുറകിലേക്ക് അങ്ങ് വളച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വശം അങ്ങ് ചെരിഞ്ഞു. ഞൊടിയിടയിൽ ഡേവിഡ് അവളുടെ മുകളിലായി. തൻ്റെ ഇരു കൈകൾക്കും ഇടയിലും കിടക്കുന്ന നന്ദയെ ഡേവിഡ് വശ്യമായി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഹം കുളിരുന്ന പോലെ തോന്നി നന്ദക്ക്. നന്ദ ഒറ്റപ്പുരികം ഉയർത്തി അവനെ എന്താ എന്നൊരു ഭാവത്തിൽ നോക്കി. ഡേവിഡിൻ്റെ കണ്ണുകളിൽ അതിശയം വിരിഞ്ഞു. അനങ്ങാതെ കിടപ്പാണ് അവൾ. അവൾക്ക് ഇപ്പോൾ തന്നെ ഒട്ടും പേടിയില്ലേ? ഡേവിഡ് ചിന്തിച്ചു പോയി. എനിക്ക് നീ വിചാരിക്കുന്നത്ര ആത്മനിയന്ത്രണമൊന്നുമില്ല നന്ദേ. ഞാൻ നീ വിചാരിക്കുന്നത്ര പുണ്യാളനുമല്ല, ഡേവിഡ് അതേ ചിരിയോടെ പറഞ്ഞു. വേണ്ട, പുണ്യാളനാവണ്ട. നന്ദ അവൻ്റെ കണ്ണിൽ നിന്നും നോട്ടം മാറ്റാതെ അവനെ വെല്ലുവിളിക്കുകയാണ്. എന്താ നിൻ്റെ ഉദ്ദേശം? അവളുടെ ആ മട്ടും ഭാവവും കാണെ ഡേവിഡ് പൊട്ടിച്ചിരിയോടെ ചോദിച്ചുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എഴുന്നേൽക്കുന്നത് തന്നെയാ നല്ലത്, ഇല്ലെങ്കിൽ തൻ്റെ ചാരിത്രം നന്ദ കളയുമെന്ന് തോന്നി ഡേവിഡിന്. അത്രമാത്രം പിടിവിട്ടു പോകുന്നുണ്ട് അവളുടെ ആ നോട്ടത്തിലും ഭാവത്തിലും ഡേവിഡിന്. ഡേവിഡ് ഓർത്തു. ഡേവിഡ് തിരിഞ്ഞ് അങ്ങ് നടക്കും മുമ്പേ നന്ദ കട്ടിലിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് അവൻ്റെ മുമ്പിൽ വന്ന് നിന്നു. കൈകൾ മാറോട് പിണച്ചു കെട്ടി നിൽക്കുന്നവളെ ഡേവിഡ് കണ്ണുകൾ ചുരുക്കിയൊന്ന് നോക്കി. നിനക്കെന്നെ ഇഷ്ടമാണോ ഡേവിഡ്? ചുണ്ടിലെ കുസൃതി ചിരി കടിച്ചമർത്തിക്കൊണ്ട് നന്ദ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആണെന്ന് തോന്നുന്നു. ഡേവിഡിലും ചിരി തന്നെ. അതെന്താ, വെറും തോന്നൽ മാത്രമേ ഉള്ളൂ? നന്ദ ഒരടി കൂടെ അവൻ്റെ അടുത്തേക്ക് കയറി നിന്നു. എന്താ നന്ദേ നിനക്ക്? ഡേവിഡിന് അത്ഭുതം അവളെ നോക്കും തോറും. എനിക്ക് പ്രേമം, നന്ദ ചിരിച്ചു. ആരോടാ? ഡേവിഡ് കണ്ണു ചുരുക്കി. ദേ ഈ മനുഷ്യനോട്. നന്ദ അവൻ്റെ ഇടനെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി. ഡേവിഡിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ അങ്ങ് നിറഞ്ഞുപോയി. എന്തിനാ കരയുന്നേ? നന്ദ അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കി ആശ്ചര്യപ്പെട്ട് നിന്നുപോയി. സന്തോഷം കൊണ്ടാ, ഡേവിഡ് മുണ്ടിൻ്റെ തലപ്പിൽ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. സന്തോഷം വന്നാൽ ആരെങ്കിലും കരയുമോ? ഇത് നല്ല കഥ.
നന്ദ ഡേവിഡിനെ കളിയാക്കിക്കൊണ്ടാണ് ചോദിച്ചതെങ്കിലും അവളുടെ സ്വരവും ഇടറിയിരുന്നു. ഇത്രമേൽ ഇങ്ങനെ ഒരുത്തന് സ്നേഹം തോന്നാൻ മാത്രം തന്നിൽ എന്ത് പ്രത്യേകതയാണുള്ളതെന്ന് ചിന്തിച്ചുപോയി നന്ദ. നിന്റെ അഭിയേട്ടനല്ലേ കുന്തം വിഴുങ്ങിയ പോലെ അവിടെ നിന്നിരുന്നേ, എന്നിട്ടെന്തിനാ ഇങ്ങോട്ട് ഓടിപ്പോന്നേ? ഡേവിഡിന് അവളെ ചൊടിപ്പിക്കണമെന്ന് തോന്നി. നന്ദ മൂക്ക് വിടർത്തിക്കൊണ്ട് ഡേവിഡിൻ്റെ ചുറ്റും ഒന്ന് മണം പിടിച്ചു. എന്നതാടി? നല്ല കുശുമ്പിൻ്റെ മണം. പറയുമ്പോൾ നന്ദക്ക് ചിരി വന്നു. കേട്ടപ്പോൾ ഡേവിഡിനും. അതെന്നെ ആയിരിക്കില്ല. ഡേവിഡ് ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ചുണ്ടുകൂട്ടി. പൊടുന്നനെ നന്ദ അവൻ്റെ തുറന്നിട്ട ജുബ്ബയുടെ ബട്ടൺസിനിടയിലൂടെ ആ രോമം നിറഞ്ഞ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ നനുത്ത അതരം ഇടനെഞ്ചിൽ പതിയവേ ഡേവിഡിന് ഉടലാകെ തണുത്തുറഞ്ഞുപോയി. ദേ, ഈ ഡേവിച്ചനെ തന്നെയാ കുശുമ്പിൻ്റെ മണം, നന്ദ നെഞ്ചിൽ മുഖമുരസിക്കൊണ്ട് പറഞ്ഞു. പൊടുന്നനെ ഡേവിഡ് അവളെ അടർത്തി മാറ്റിക്കൊണ്ട് ആ കവളിൽ വേദനിക്കാത്ത വിധം കുത്തിപ്പിടിച്ചുകൊണ്ട് ആ ചുമരിലേക്ക് ചേർത്തു. എന്താ നിന്റെ ഉദ്ദേശം? കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. ഒരു ഉമ്മ തരുവോ? നന്ദ അവൻ്റെ കണ്ണിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് മതിയോ? ഡേവിഡ് പതിയെ ചോദിച്ചു. ഇപ്പം മതി. ഒന്നി ഒതുക്കാൻ പറ്റിയില്ലെങ്കിലോ? ഡേവിഡ് തിരികെ ചോദിച്ചു. എത്ര വേണമെങ്കിലും തന്നേക്ക്, നന്ദ പതിയെ പറഞ്ഞു. എല്ലാം കൂടെ അളകനന്ദക്ക് താങ്ങുവോ? ഞാൻ ഒരു കുഞ്ഞു പുഴയല്ലേ ഡേവിഡ്, ഈ വമ്പം കടലിനെ താങ്ങി എന്ന് വരില്ല, നന്ദ ചിരിയോടെ പറഞ്ഞു. ഡേവിഡ് അത്രമേൽ സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ പതിയൊന്ന് ചുംബിച്ചു. പൊടുന്നനെയാണ് നന്ദയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നന്ദയും ഡേവിഡും ഒരുപോലെ തങ്ങളുടെ ആ കുഞ്ഞു ലോകത്ത് നിന്ന് ഉണർന്നു. നന്ദ നോക്കുമ്പോൾ അബിയുടെ അമ്മയാണ് വിളിക്കുന്നത്. ഡേവിഡ് കണ്ണുകൾ കൊണ്ട് ഫോൺ എടുക്കാൻ ആവശ്യപ്പെട്ടു. നന്ദ അത് എടുക്കുകയും ചെയ്തു. അമ്മ, നന്ദ പതിയെ വിളിച്ചു. പക്ഷേ അപ്പുറം ആ അമ്മ പറഞ്ഞ കാര്യം കേട്ട് നന്ദയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. എന്നതാ? എന്നെ പറ്റി? തരിച്ചു നിൽക്കുന്നവളെ ഡേവിഡ് തട്ടി വിളിച്ചു. അബി ഒരു ബുദ്ധിമോശം കാണിച്ചു. പറയുമ്പോൾ നന്ദയുടെ സ്വരം വിറച്ചുപോയി. ആ ICUവിന് മുമ്പിൽ കണ്ണുകൾ നിറച്ചിരിക്കുന്ന അബിയുടെ അമ്മയെ കണ്ടപ്പോൾ തന്നെ നന്ദയുടെ മുഖം മങ്ങിപ്പോയി. അവളുടെ കാലുകൾക്ക് വേഗത കൂടി. മോളെ നന്ദേ. ആ സ്ത്രീ അവളെ കണ്ടപാടെ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. അബിക്ക് എന്താ പറ്റിയത് അമ്മ? എന്തിനാ ഇങ്ങനൊരു കടുങ്കൈ അബി ചെയ്തത്? ചോദിക്കുമ്പോൾ നന്ദയുടെ സ്വരം വിറച്ചു. ഒരിക്കലും താനാവരുതേ അബി ഇത് ചെയ്തതിനുള്ള കാരണമെന്ന് നന്ദ ഉള്ളിൽ പ്രാർത്ഥിച്ചു. പക്ഷേ അവളുടെ ആ പ്രാർത്ഥന ദൈവം തട്ടിക്കളഞ്ഞു. നിന്നെ ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കിട്ടില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടപ്പോഴാണ് എൻ്റെ കുട്ടി സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയത്. അബിയുടെ അമ്മ പറയവേ നന്ദക്ക് തല ചുറ്റും പോലെ തോന്നി. അവൾ തിരികെ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ICUവിൻ്റെ അകത്ത് നിന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നു. അബി അപകടനില തരണം ചെയ്തുവെന്നും അളകനന്ദ എന്ന പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെന്നും പറഞ്ഞു ഡോക്ടർ. അബിയുടെ അമ്മയുടെ നിർബന്ധപ്രകാരം നന്ദക്ക് അവനെ കയറി കാണേണ്ടിയും വന്നു. ICUവിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവൾ തല ചിരിച്ച് ഡേവിഡിനെ ഒന്ന് നോക്കി. പോയി വാ. അവൻ കണ്ണുകൾ കൊണ്ട് അവൾക്ക് സമ്മതം നൽകി. തുടരും സൂര്യകാന്തി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പാർട്ടിൽ കഥ അവസാനിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് എത്രയും എളുപ്പം ഞാൻ തയ്യാറാക്കുന്നതാണ്. കഥ മറന്നുപോയവർ ഒരിക്കൽ കൂടി അതൊന്ന് വായിച്ചു നോക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നേക്കരുത്.